ഞാനിപ്പോ ഉള്ളത് പാകിസ്ഥാനിലാണ്. സോറി പാകിസ്ഥാൻ കവല. പാകിസ്ഥാനായി 66 വയസ്സുണ്ട്. എന്റെ ഓർമ്മ വെക്കുന്ന നാളെ തൊട്ട് പാകിസ്ഥാൻ പറയുന്നത്. മച്ചാനെ നമസ്കാരം. ഒന്ന് ശ്രദ്ധിക്കണേ. പാകിസ്ഥാൻ മുക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ കവല, അതും അല്ലെങ്കിൽ പാകിസ്ഥാൻ പീഡിക എന്ന പേരുകളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്ര സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. കേരളത്തിലെ പലയിടങ്ങളിലും ഇത്തരം പേരുള്ള സ്ഥലങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതും പോരാഞ്ഞിട്ട് പാകിസ്ഥാൻ മുക്ക് എന്ന പേരിൽ ഒരു ഗവൺമെന്റ് LP സ്കൂളും ഒരു സഹകരണ ബാങ്ക് വരെ ഉണ്ട്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എന്താ അല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു ഭീകര രാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് എത്രത്തോളം വിരോധാഭാസമായ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പേരുകൾ ഒരു മതത്തെയും ഒരു സമൂഹത്തെയും മാത്രമല്ല, പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ നമ്മുടെ ധീര ജവാന്മാരെ അനാദരിക്കുന്നതിന് തുല്യമല്ലേ? അതെ മച്ചനെ, അതങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള പേരുകൾ ഈ മണ്ണിൽ നിന്ന് മാറ്റപ്പെടുക തന്നെ വേണം. കോട്ടയം ജില്ലയിൽ ഒരിടത്ത് ചെകുത്താൻ തോട് എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലം പിൽക്കാലത്ത് ഏഞ്ചൽ വാലിയായ കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ പേരുകളും ഈ മണ്ണിൽ നിന്ന് മാറ്റപ്പെടണം. അത് അനിവാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോകളിൽ പാകിസ്ഥാൻ എന്ന പേരിന് ഊറ്റം കൊള്ളുന്ന ചിലരിട്ട കമന്റുകളാണ് നിങ്ങൾ താഴെ കാണുന്നത്. അവരോട് ഒന്നേ പറയാനുള്ളൂ, എടാ മണ്ടന്മാരെ, ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു സമൂഹത്തെ അപമാനിക്കുവാൻ വേണ്ടി ആരോ പടച്ചുവിട്ടതാണ് ഇത്. പിന്നെ ഇതിന്റെ പേരിൽ ഞാൻ വർഗീയവാദിയും മതേതര ധ്വംസകനും ഒക്കെ ആകുമെങ്കിൽ ഞാനത് മൈക്ക് വെച്ച് പറയും. കാരണം ഞാൻ ഭാരതീയനാണ്.